ഇതാണിപ്പോൾ റൂമിൻ്റെ അവസ്ഥ ഗൈസ്. ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. നമുക്കിന്ന് കുറച്ച് സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഉഴുന്ന്, പഞ്ചസാര, അരി ഒക്കെ മേടിച്ചു കേട്ടോ. ഇതൊക്കെയാണ് കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നത്. ഈ അടുക്കളയിൽ കുറച്ച് നേരം നിന്നാൽ മതി കേട്ടോ. ഒടുക്കത്തെ ചൂടും ഭയങ്കരമായിട്ട് വിയർക്കും ചെയ്യും ഞാൻ. ഇവിടെ കിട്ടുന്ന ഒരു വൈറ്റ് റൈസ് ഉണ്ട്, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ സാധാ നാടൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ ഒരു മട്ട റൈസ് ആണ്. ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് മേടിക്കുക. ആദ്യം ഞാൻ എൻ്റെ അരി ഫില്ല് ചെയ്യാണ്. ബാക്കി വന്ന അരി ഞാൻ ദാ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് കൊണ്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഉറുമ്പോ പാറ്റോ ഒന്നും കേറാണ്ട് ഇത് നല്ലോണം ടൈറ്റ് ആയിട്ട് ഇരിക്കും. റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അരി അടപ്പത്തിടാന്ന്. നെക്സ്റ്റ് നമ്മൾ ഉഴുന്നാണ് ഇടാൻ പോണത്. ഗായ്സ്, ഇനി ഓണത്തിനാകെ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. നിങ്ങളുടെ പരിപാടികളൊക്കെ എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇടണേ. എന്തൊക്കെയായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ്, ഓണപരിപാടികളൊക്കെ എന്താണ് പ്ലാൻ ചെയ്തേക്കണേ എന്നൊക്കെ ഉള്ളത് കമന്റ് ഇടാട്ടോ. നാളെ പിന്നെ ദോശ ഉണ്ടാക്കാനാട്ടോ പ്ലാൻ. അപ്പൊ ഞാൻ പച്ചരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഈ കൊണ്ടുവരുന്നതുണ്ടല്ലോ പ്രോട്ടീൻ പൗഡർ അല്ല കേട്ടോ. ഐ മീൻ പ്രോട്ടീൻ പൗഡർ ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻ പൗഡർ അല്ല. ഇത് ഇവിടുന്ന് പോയ ആര്യ എന്ന് പറഞ്ഞ ചേച്ചി തന്നതാണ് പച്ചരി. അപ്പൊ നമുക്ക് പച്ചരി ഒരുപാട് ഇരിക്കുന്നുണ്ട്, നമുക്ക് ഉഴുന്ന് മാത്രം മേടിച്ചാൽ മതി. അങ്ങനെ പച്ചരി ഞാൻ എന്താ നമ്മുടെ അടുക്കളയിലത്തെ പാത്രത്തിലേക്ക് ആക്കാൻ പോവാണ്. ഇനി ആ സംഭവം ഞാൻ പറയാം. ഇന്നലത്തെ വീഡിയോ എന്റെ കണ്ടവർക്ക് അറിയായിരിക്കും. ഞാൻ ഇന്നലെ രാവിലെ തൊട്ട് ഉച്ച വരെ കെടുന്ന കെടുപ്പ് തന്നെയായിരുന്നു. ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ ആ കെടുക്കുന്ന ഗ്യാപ്പിൽ എന്റെ പുത്രി വന്നിട്ട് അപ്പുറത്തെ റൂമിൽ പോയിട്ട് എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ട് ആ കലങ്കോലാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്നാണ് ബോധോദയം ഉണ്ടായത്. ഞാൻ അപ്പുറത്തെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ആളിതാ ഇവിടെ എന്റെ ഫേസ് പാക്ക് ഇട്ട് നിലത്ത് ഇങ്ങനെ ഒരച്ച് കളിക്കായിരുന്നു ഗൈസ്. ആദ്യം എന്റെ ചങ്കൊന്ന് ഇടിച്ചു. ഞാൻ വിചാരിച്ചു എന്റെ ഫൗണ്ടേഷനാ പോയെന്ന്. കാരണം ഫൗണ്ടേഷനും ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റില്ലേ, പ്രത്യേകിച്ച് നമുക്ക് ഓണത്തിന്റെ പരിപാടിയൊക്കെ വരാണ്. പിന്നെ ഫേസ് പാക്ക് ആണെന്ന് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി ഒരു ആശ്വാസം കിട്ടി. പിന്നെ ഇന്നലെ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നാണ് ഞാനത് തേച്ചൊരച്ച് തുടയ്ക്കാൻ പോണത്. അപ്പൊ അത് ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചിരുന്നിട്ടാണ് ഞാൻ പിന്നെ തുടയ്ക്കണത്. വന്ന് കുഞ്ഞപ്പിക്ക് ഇപ്പൊ നല്ല കുറുമ്പായി തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് കണ്ണ വെള്ളയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്ത് വെക്കാൻ അറിയില്ല, വീട് മറിച്ചിടും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റ.